വിജയന് വേണ്ടപ്പെട്ട 2-3 പേരെ ഞാൻ ഒരുമിച്ച് ഞാൻ കൊണ്ടുവരിക. ഇന്ത്യ ഫുട്ബോളിൽ ഒന്നും അല്ലെങ്കിൽ പോലും വിജയൻ സൃഷ്ടിച്ച ഒരു കളിക്രമം അത് ഇന്ത്യക്ക് നേടിക്കൊടുത്ത ഒരുപാട് സുവർണ നിമിഷങ്ങളുണ്ട്. വിജയൻ അടിച്ച ഗോളുകൾ നമുക്കറിയാം. വിജയൻ്റെ ഇടങ്കാൽ ഗോള് ഏത് പ്രതിരോധയും പിളർക്കുന്നതാണ്. 0 ആംഗിളിൽ നിന്ന് ഗോളടിക്കുന്ന വിജയൻ മധ്യനിര മുതൽ ഗോൾമുഖം വരെ പന്ത് ഇരുകാലം കൊണ്ട് അമ്മാനമാടി കുതിക്കുന്ന വിജയൻ. അങ്ങനെ എല്ലാ നിലയിലും നമ്മളെല്ലാവരും വിജയനെ കണ്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇതിനേക്കാൾ ഒരുപക്ഷെ വിജയൻ ഇന്ത്യ സൃഷ്ടിച്ച ഒരു പുതിയ കളിക്രമത്തിൻ്റെ ഉടമയാകുമ്പോഴും വിജയൻ ഇതേക്കാൾ ഉയരങ്ങളിൽ എത്താമായിരുന്നു. വിജയൻ ആത്മസമർപ്പണവും കഠിനാധ്വാനിയും ഒക്കെയാണ്. കായികക്ഷമതയുടെ കാര്യത്തിൽ മാത്രമാണ് വിജയൻ അല്പം പിന്നിലുള്ളത്. പക്ഷേ മറ്റ് ടാലൻ്റ് എല്ലാം വിജയനുണ്ട്. പക്ഷേ വിജയൻ കുറേ കൂടെ അത് വിജയൻ്റെ ജീവിതത്തിൽ വന്ന ഒരു താളത്തിൽ വന്ന തെറ്റുകളായിരിക്കും. പക്ഷേ വിജയന് ചില വഴിവിട്ട ചില കാര്യങ്ങൾ ഉണ്ടായി. അല്ലെങ്കിൽ ചില സമയങ്ങളിൽ വിജയൻ കളിയിൽ പൂർണ്ണ ശ്രദ്ധനാകാതെ ജീവിതത്തിൻ്റെ ഒരുപക്ഷെ അത് കിട്ടുമ്പോഴുള്ള ചിലപ്പോൾ അങ്ങനെ ഒരു ആഹ്ലാദിക്കാനുള്ളതോ അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും വിജയന് വഴിവിട്ട ചില പെരുമാറ്റ രീതികളുണ്ടായിരുന്നു, ചില സ്വഭാവവിശേഷങ്ങളുണ്ടായിരുന്നു. അത് വിജയൻ്റെ കരിയറിനെ ചെറിയ തോതിലെങ്കിലും ബാധിച്ചിട്ടുണ്ട്. അങ്ങനെ അത് ഉണ്ടാകാണ്ടിരുന്നെങ്കിൽ വിജയൻ ഒരുപക്ഷെ ഇതിലും വലിയ ഉയരങ്ങളിലേക്ക് പോകുമായിരുന്നു. അത് വിജയൻ തന്നെ നിയന്ത്രിക്കേണ്ടതായിരുന്നു. രവീന്ദ്രദാസ് നമ്മുടെ ഒരു സ്നേഹിതനാണ്. അതെ, പിന്നെ വിജയന്റെ വളരെ ശക്തനായിട്ടുള്ള അഭിനയകാംക്ഷിയാണ്. തീർച്ചയായിട്ടും രവീന്ദ്രദാസ് പറഞ്ഞിങ്ങനെ വരികൾക്കിടയിലൂടെ പലതും ഇങ്ങനെ പറഞ്ഞു വെച്ച് കഴിഞ്ഞു. പക്ഷേ രവീന്ദ്രദാസ് നിർത്തുന്നില്ല. ഇനി ഞാൻ 2-3 പേരെ കൊണ്ടുവരാം. എന്താ കാരണം വെച്ചാൽ എല്ലാം നല്ലതാവാൻ പാടില്ലല്ലോ. അതെ, അപ്പം ചില വശങ്ങൾ അപ്പൊ എല്ലാം അറിയണം. വരട്ടെ, 1-2 പേരും കൂടെ ചോദിക്കട്ടെ. വരട്ടെ. ഇന്ന് വിജയന് ലഭിച്ചിട്ടുള്ള നേട്ടങ്ങൾക്ക് അപ്പുറത്തേക്ക് വിജയന് നേട്ടം ലഭിക്കേണ്ടതായിരുന്നു എന്നും തോന്നിയിട്ടുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കാരിയർ ഒരു നല്ല രീതിയിൽ മാനേജ്മെൻറ്റ് പാഠവും ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഉപയോഗപ്പെടുത്തിയിരുന്നുവെങ്കിൽ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും എത്രയോ ഉയർന്ന പദവികളിൽ വിജയന് എത്തിച്ചേരാൻ പറ്റുമായിരുന്നു. ഷറഫ് അലി വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാണ്. പിന്നെ രവീന്ദ്രദാസ്, ഷറഫ് അലി. വിജയൻ വളരെ ഉയരത്തിലാണ്. പക്ഷെ വിജയനെ അങ്ങ് എന്താ പറയുക, നക്ഷത്രത്തിൻ്റെ അത്ര ഉയരത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവരൊക്കെ. വരട്ടെ, ഒരാളും കൂടെ വരട്ടെ. ചേട്ടാ, എനിക്ക് ചോദിക്കാനുള്ള വേറെ ഒന്നല്ല ചേട്ടാ. കാര്യം ഞാൻ അറിഞ്ഞോ അറിയാതെയോ അല്ലെന്നുണ്ടെങ്കിൽ വിജയൻ പോയ വഴികളിലൂടെ, ജീവിതത്തിൽ വിജയൻ പോയ വഴികളിലൂടെ ഒക്കെയും തന്നെ ഒരിക്കൽ കൂടി സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അതൊരു സിനിമയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, വീണ്ടും വിജയൻ്റെ ജീവിതം കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും എല്ലാ വഴികളിലൂടെയും പോയിട്ടുള്ള ഒരാളാണ് ഞാൻ. ആ അർത്ഥത്തിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് വിജയേട്ടൻ എടുത്തിട്ടുള്ള അല്ലെങ്കിൽ വിജയേട്ടൻ നേടിയിട്ടുള്ളതിനേക്കാൾ എത്രയോ വലുതാണ് വിജയേട്ടനെ തേടി വരേണ്ടിയിരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താണ് അതിനെപ്പറ്റിയൊക്കെ വിജയേട്ടന് പറയാനുള്ളതെന്ന് അറിയാൻ. വ്യക്തമായി നമ്മൾ രബി ജംഗ്ഷൻ്റെ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് എത്തി. എന്താ കാരണം വെച്ചാൽ 3 പേര്, ആ 3 പേരും വിജയൻ്റെ എന്താ പറയുക സ്പന്ദനങ്ങൾ ഉൾക്കൊള്ളുന്ന ആൾക്കാരാണ്. ആ ചോദ്യങ്ങൾക്കുള്ളിലെല്ലാം പലതും പതുങ്ങി കിടപ്പുണ്ട്. വിജയൻ പറ. ആദ്യം രവീന്ദ്രേട്ടൻ പറഞ്ഞതിന് പറയാം. ചേട്ടൻ പറഞ്ഞ കറക്റ്റാണ്. കാരണം ആ ഒരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. നല്ല ഭയങ്കര ഒരു സിറ്റുവേഷൻ ആയിരുന്നത്. എന്താണ് സിറ്റുവേഷൻ? ആ ഒരു എല്ലാവർക്കും അറിയണതാണ്. ആ ലോകം മൊത്തം പാട്ടായിട്ടുള്ള കേസാണ്. കാരണം ഒരു ബാറിൽ ഇടി ഉണ്ടാക്കിയ കേസൊക്കെയാണ്. അതെല്ലാവർക്കും അറിയണതാണ്. ബാറിൽ ഒരു പ്രശ്നമുണ്ട്. കാരണം പെങ്ങളുടെ മോനെ ഇടിച്ച് തരിപ്പണാക്കിയിട്ട് കൊണ്ടിട്ടാണ്. അപ്പം എല്ലാവരും അറിയാം, അശോകേട്ടനെ അറിയാം, അബ്കാരി അശോകേട്ടൻ. അപ്പം അശോകേട്ടൻ അപ്പം ഞാൻ വീട്ടിൽ കിടന്നുറങ്ങായിരുന്നു. അപ്പം അങ്ങനെ വിളിച്ചു പറഞ്ഞു, മാമ ഇങ്ങനെ ഇടി കൊണ്ടു, അപ്പോൾ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആരാ വെച്ചു, അശോകേട്ടൻ്റെ അവിടെ നിന്നാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി പോവാം. ഞാൻ നേരെ അശോകേട്ടൻ്റെ അടുത്ത് ചെന്നു. അശോകേട്ടൻ ഇങ്ങനെ ഞങ്ങളെ പിള്ളേരനെ ഇങ്ങനെ ഇടിച്ചു, പെങ്ങളുടെ മോനെ പറഞ്ഞു ഇടിച്ചു, തകട് നിങ്ങളുടെ ആൾക്കാർ തന്നെയാണ് ഇടിച്ചത് പറഞ്ഞു, ബാറിലുള്ള ആൾക്കാരാണ് ഇടിച്ച് തകട്ട് പൊട്ടിയേക്കെന്ന് പറഞ്ഞു. അപ്പോൾ അശോകൻ പറഞ്ഞു എൻ്റെ അടുത്ത്, അശോകനായിട്ട് ഞാൻ അത്രയും അശോകൻ്റെ മോനായിട്ട് ഒരുമിച്ച് ബാംഗ്ലൂർ പോകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പോകില്ല, ഡാനിയായിട്ട് അത്രയും ബന്ധമുള്ളവരാ. അപ്പം പറഞ്ഞു അശോകൻ. അപ്പോൾ അശോകൻ പറഞ്ഞു വേണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ജോലിയിൽ നിന്ന് പിരിച്ചു വിടാം, അത് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു ജോലിയിൽ നിന്ന് പിരിച്ചു വിടുന്ന, ജോലിയിൽ നിന്ന് മേടിച്ചു കൊടുക്കാൻ നമ്മളോണ്ട് പറ്റില്ല, ഞങ്ങളടിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ചേട്ടൻ പറഞ്ഞ കറക്റ്റാണ്. ആ ഒരു സമയത്ത് ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അത് കുഴപ്പമില്ലാതെ ഒരു കോംപ്രമൈസിൽ പോവുകയാണെങ്കിൽ ഇങ്ങനെയൊന്നും പ്രശ്നമില്ല. ഇത്രയും മോശമായിട്ടൊരു ജനങ്ങളുടെ ഇടയിൽ ഇത്ര മോശമായിട്ട് അങ്ങനെ വന്നേനില്ല.
കാരണം എൻ്റെ ഒരു ടൈം മോശം, അതിൻ്റെ ഒരു എടുത്തുചാട്ടം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതൊരു വലിയൊരു പാഠമായിരുന്നു എനിക്ക് പഠിക്കാൻ. വലിയ പാഠമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു മോശപ്പെട്ട ദിവസം ഉണ്ടെങ്കിൽ, ദിവസം എന്ന് പറഞ്ഞാൽ എൻ്റെ കരിയറിന് കുറേ അത് ബാധിച്ചിട്ടുണ്ട്. അത് വലിയൊരു വിഷമമുള്ള കാരണം, വലിയൊരു എന്താ പറയുക, എൻ്റെ ഫാമിലി അടക്കം വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടുള്ള കാര്യം തന്നെയാണ്. ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല അങ്ങനത്തെ ഒരാളുടെ നിന്ന്. അതാണ് പറഞ്ഞ ഒരു കയറ്റം ഇറക്കുണ്ടാവും എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. ഇല്ല, മനുഷ്യരെന്ന് പറയുന്നത് മനുഷ്യരെന്ന് പറഞ്ഞാൽ എല്ലാം നല്ലത് മാത്രമല്ല. അതാണ് ഞാൻ പറഞ്ഞിട്ട്, എല്ലാതും നല്ലതായി നടക്കുന്ന ഞാൻ ദൈവമാവില്ലേ, ആ ദൈവമായി പോകും. ദൈവം മനുഷ്യരാണ് നമ്മൾ. സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ പെങ്ങളെ പിള്ളേരുടെ ആയ കാരണം ഒരു വൈകാരികത വന്നു. അത് പെട്ടെന്നുള്ള, അത് കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട് ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ വിജയന്റെ ജീവിതത്തിൽ ഒഴിവാക്കപ്പെടേണ്ട ഒരു അധ്യായമായിരുന്നു അതല്ലേ? തീർച്ചയായിട്ടും കറക്റ്റായിട്ടാണ് പറഞ്ഞത്. വിജയം മാറ്റി കളയാൻ അങ്ങനെ ആഗ്രഹിക്കുന്നു. എന്നെ പോലത്തെ ഒരു വ്യക്തി, സോറി മക്കളെ, ഇതൊന്നും ഒരിക്കലും ചെയ്യരിക്കോട്ടാ. ആ, അതൊക്കെ ആ ചേട്ടൻ്റെ നിന്ന് പോയി തെറ്റാണ് അതൊക്കെ, മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് ഒരിക്കലും അങ്ങനത്തെ ഇപ്പോഴത്തെ കേൾക്കണം, ഈ ലോകം മൊത്തം കേൾക്കണത്. ഒരിക്കലും ഒരു പ്ലെയർ അല്ല, ഒരു പ്ലെയർ, ഒരു സാധാരണ ഒരാളായാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ കയ്യിൽ ഒരു തെറ്റാണത്. പിന്നെ വീണ്ടും രവീന്ദ്രദാസ് ചില ദുശീലങ്ങളൊക്കെ വിജയന് ഉണ്ടായി എന്ന് പറയണത്. ചില ദുശീലങ്ങൾ ഒക്കെ വന്ന് ജീവിതത്തിൽ കുറച്ച് ചിട്ടയെ അത് ബാധിച്ചു. ഇടയ്ക്ക് ഒന്ന് അടയ്ക്കുക, ഇതൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ അതൊരു മനുഷ്യന് സംഭവിക്കാൻ പോണതൊക്കെ ഇങ്ങനെ സംഭവിച്ചു. ഇടയ്ക്ക് ഞാൻ കുറച്ചുകൂടെ വേറെ ഭാഷ പറയാം. ആ ഇടയ്ക്ക് ഞാൻ ഒരു വീശി അത്ര അതാണ് കറക്റ്റ്. അല്ല, നമ്മളെല്ലാം അറിഞ്ഞിരിക്കണ്ടേ? അല്ലേ പിന്നെ ജീവിതം ഒന്നുള്ളൂ അല്ല ചേട്ടാ, അല്ല അത് ചില ആസ്വാദനമൊക്കെ വേണം. പക്ഷെ അത് നമ്മളെ കുറച്ച് കൈവിട്ട് പോകുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുക. അത് നമ്മളെ കുടിക്കാൻ അനുവദിക്കരുത്. അത് കുടിക്കാനത് എനിക്ക്. അതെ, പക്ഷെ അതിപ്പോ കറക്റ്റാണ്. നിർത്തി, അടിപൊളിയായി. മദ്യം നിർത്തി 2 കൊല്ലായി കംപ്ലീറ്റ് നിർത്തി. ആരാണ് ആ മദ്യം നിർത്താൻ പ്രേരിപ്പിച്ചത്? എൻ്റെ കൊച്ചുമോള്. തലേ വെച്ച് കൈ സദ്യ ചെയ്യിപ്പിച്ചോ? അതൊന്നല്ല, ജനിച്ചു അപ്പം എന്നെ ഫാമിലി കംപ്ലീറ്റ് അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു ആ ശരിയാണ്, കുറച്ച് കാണാൻ ആഗ്രഹം ഉണ്ടോ കൊച്ചുമോളാകുമ്പോൾ, പെട്ടെന്ന് പോണ്ടാന്ന് വെച്ചിട്ട് ഓക്കെ നിർത്തി എന്ന് പറഞ്ഞു. ഇപ്പോ ഭാര്യ എത്ര കാലം ശ്രമിച്ച് നിർത്താതിരുന്ന ഒരു കൊച്ചുമോൾ വന്നപ്പോ നിർത്തിയല്ലോ. സാറെന്നെ ചേട്ടൻ ഇവിടെ തന്നെ പോകും വീണ്ടായോ എനിക്ക് തോന്നുന്നുണ്ട്. ഇതൊക്കെ എന്നോട് ഭാര്യ ചോദിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അവളാ ആ